ഇന്ന് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മിനി കായപ്പാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ഒരു മഴയത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 3 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്തു പോയിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ സ്നാക്സൊക്കെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലായിക്കിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിക്കാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ. ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിത് ഓയിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് പൊരിച്ചെടുക്കാൻ. എന്നാൽ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് കോരിയെടുത്താൽ മതി. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനി കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ കോരിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിനി കായപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂലേ? തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.